അഞ്ചാം അധ്യായം. ഹാ, നിന്നിൽ വിശ്രമിക്കുവാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ, എൻ്റെ സകല ദുരിതങ്ങളും മറന്ന് എൻ്റെ ഏക നന്മയായ നിന്നെ ആശ്ലേഷിക്കുവാൻ കഴിയത്തക്ക വിധം എൻ്റെ ഹൃദയത്തിൽ നീ പ്രവേശിച്ച് അതിനെ ഉന്മത്തമാക്കിയെങ്കിൽ, നീ എനിക്ക് എന്താകുന്നുവെന്ന് വിവരിക്കുവാൻ നിന്റെ കാരുണ്യം എന്നെ പഠിപ്പിക്കുമാറാകട്ടെ. അഥവാ എൻ്റെ സ്നേഹം നീ ആവശ്യപ്പെടുകയും ഞാനത് നൽകാതിരുന്നാൽ എന്നോട് നീ കോപിക്കുകയും കഠിന ശിക്ഷകൾ കൊണ്ട് എന്നെ ഭയപ്പെടുത്തുകയും ചെയ്യത്തക്ക വിധം ഞാൻ നിന്റെ ആരാണ്? ഞാൻ നിന്നെ സ്നേഹിക്കാതിരുന്നാൽ അതുതന്നെ എനിക്കൊരു നിസ്സാര ശിക്ഷയാണോ? എൻ്റെ ദൈവമായ കർത്താവെ, നീ അരുളി ചെയ്താലും നീ എനിക്കെന്താകുന്നുവെന്ന് നിന്റെ കാരുണ്യാധിക്യത്തെ പ്രതി എന്നോട് അരുളി ചെയ്താലും, ഞാൻ നിന്റെ രക്ഷയാകുന്നുവെന്ന് എൻ്റെ ആത്മാവിനോട് നീ കൽപ്പിച്ചരുളിയാലും, എനിക്ക് കേൾക്കത്തക്ക വിധത്തിൽ കൽപ്പിച്ചരുളിയാലും, ഇതാ എൻ്റെ ഹൃദയം നിന്റെ സന്നിധിയിൽ ചെവിയോർത്തു നിൽക്കുന്നു. അതിൻ്റെ ശ്രവണപുടങ്ങൾ തുറന്ന് ഞാൻ നിന്റെ രക്ഷയാകുന്നു എന്ന വചനാമൃതം എൻ്റെ ആത്മാവിൽ നീ പൊഴിച്ചാലും, നിന്റെ സ്വരം കേൾക്കുന്ന മാത്രയിൽ ഒറ്റ കുതിക്ക് ഞാൻ നിന്റെ പക്കലെത്തി നിന്നെ ആശ്ലേഷിക്കുമാറാകട്ടെ. നിന്റെ തിരുമുഖം എന്നിൽ നിന്ന് നീ തിരിച്ചു കളയരുതേ. ഞാൻ മരിച്ചുകൊള്ളട്ടെ, മരിക്കാതിരിക്കുവാൻ വേണ്ടി ഞാൻ മരിച്ചുകൊള്ളട്ടെ. നിന്റെ തിരുമുഖം എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞാൽ മാത്രം മതി.